നമസ്കാരം. ലോകം ഇന്നുവരെ സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വൻ സൈനിക നയതന്ത്ര നീക്കത്തിനാണ് പശ്ചിമേഷ്യ വേദിയായിരിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് ഇരിക്കുകയാണ്. 2026 ഫെബ്രുവരി 28 ശനിയാഴ്ച പുലർച്ചെ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന മിന്നലാക്രമണത്തിലാണ് ടെഹ്റാനിലെ അതീവ സുരക്ഷാ മേഖലയിലുള്ള ഖമേനിയുടെ വസതി തകർക്കപ്പെട്ടത്. ഇറാന്റെ ആത്മീയവും രാഷ്ട്രീയവുമായ ായിരുന്ന ഖമനേയിയുടെ മരണം ഒരു യുഗത്തിന്റെ അന്ത്യമായാണ് ലോകം വിലയിരുത്തുന്നത്. ദശാബ്ദങ്ങളായി പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ഇസ്രായേൽ വിരുദ്ധ നീക്കങ്ങളുടെ ബുദ്ധികേന്ദ്രമായിരുന്ന ഖമനേയിയുടെ പതനം മേഖലയിലെ ശക്തി സമവാക്യങ്ങളെ പാടെ മാറ്റിമറിച്ചിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഈ വാർത്ത ആദ്യം ലോകത്തെ അറിയിച്ചത്. ലോക ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ മനുഷ്യരിൽ ഒരാൾക്ക് അന്ത്യം കുറിച്ചിരിക്കുന്നുവെന്ന് വിശേഷിപ്പിച്ച ട്രംപ് ഇത് ഇറാനിലെ ജനങ്ങൾക്ക് തങ്ങളുടെ രാജ്യം തിരിച്ചുപിടിക്കാനുള്ള സുവർണാവസരമാണെന്നും കൂട്ടിച്ചേർത്തു. ഖമനേയിയെയും മറ്റ് ഉന്നത നേതാക്കളെയും കണ്ടെത്താൻ അത്യാധുനികമായ ട്രാക്കിംഗ് സംവിധാനങ്ങളാണ് ഇസ്രായേൽ ഉപയോഗിച്ചത്. രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദും അമേരിക്കൻ ഇന്റലിജൻസും മാസങ്ങളോളം നീണ്ട ആസൂത്രണത്തിന് ഒടുവിലാണ് ഈ ദൗത്യം പൂർത്തിയാക്കിയതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഖമനേയിയുടെ മൃതദേഹം തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്ക് ഇടയിൽ നിന്ന് കണ്ടെടുത്തുവെന്നും അതിന്റെ ദൃശ്യങ്ങൾ നെതന്യാഹുവിനും ട്രംപിനും കൈമാറിയതായും ഇസ്രായേൽ പ്രതിരോധ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. വാർത്ത പുറത്തുവന്നതോടെ ടെഹ്റാനിലെയും മറ്റ് പ്രധാന നഗരങ്ങളിലെയും തെരുവുകളിൽ നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറുന്നത്. ഒരു വശത്ത് രാജ്യം 40 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണത്തിലേക്ക് നീങ്ങുമ്പോൾ മറുവശത്ത് ജനങ്ങൾ രഹസ്യമായും പരസ്യമായും ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുന്നു. ഭയത്തിന്റെ നിഴലിലായിരുന്ന ഒരു വലിയ വിഭാഗം ജനത തങ്ങളുടെ വിമോചനത്തിനായി ഈ സംഭവത്തെ കാണുന്നുവെന്നാണ് BBC പേർഷ്യൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഖമനേയിയുടെ മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പ്രതികാരത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിന്റെ സൈനിക താവളങ്ങൾക്കും പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ബേസുകൾക്കും നേരെ ഇറാൻ ഇതിനകം തന്നെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഖമേനിക്കൊപ്പം അദ്ദേഹത്തിന്റെ മകൾ, കൊച്ചുമകൻ, ഉന്നത സൈനിക കമാൻഡർമാർ എന്നിവരും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് വിവരം. ഇത് ഇറാന്റെ ഭരണകൂടത്തിൽ ഒരു വലിയ നേതൃശൂന്യത സൃഷ്ടിച്ചിരിക്കുകയാണ്. അടുത്ത പരമോന്നത നേതാവ് ആരായിരിക്കുമെന്ന കാര്യത്തിൽ വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്നു. ഈ അവസരം മുതലെടുത്ത് ഇറാനിൽ ഭരണമാറ്റം കൊണ്ടുവരാനാണ് അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യമിടുന്നത്. ലോകവിപണിയിൽ എണ്ണവില കുതിച്ചുയരാനും ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാനും ഈ സംഭവം കാരണമായിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭീതിയിലാണ് ലോക രാഷ്ട്രങ്ങൾ. ഇറാന്റെ ഔദ്യോഗിക ചാനലുകൾ കറുത്ത ബാനറുകൾ പ്രദർശിപ്പിച്ചും ഖുർആൻ പാരായണം സംരക്ഷണം ചെയ്തും വിലാപം തുടരുകയാണ്. ലോകം ശ്വാസമടക്കി പിടിച്ച് കാത്തിരിക്കുന്നത് ഇറാന്റെ അടുത്ത നീക്കത്തിനായാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.